വലിയ ഗേറ്റ് കടന്ന് ഒരു വലിയ വീടിൻ്റെ മുൻപിൽ നിർത്തി. അവർ എത്തുന്നതിന് മുൻപേ ദേവ് അവിടേക്ക് എത്തിയിരുന്നു. പച്ച വിരിച്ച മുറ്റം, അതിന് അടുത്തായി വലിയ ഗാർഡൻ ഉണ്ട്. അവിടെ സ്റ്റോൺ ബെഞ്ചിലിരിക്കുകയായിരുന്നു ദേവനും ധന്യയും. രണ്ടാളും എന്തോ ചർച്ചയിലാണ്. ദൈവമേ, ഇത് എൻ്റെ വീടിൻ്റെ 2 ഇരട്ടി വലിപ്പമുണ്ടല്ലോ. എന്തു വലിയ വീടാ! മുറ്റത്തേക്കിറങ്ങി അവിടെയൊക്കെ ഓടിക്കളിക്കാൻ തോന്നുക. വലിയൊരു ഗാർഡൻ, ഫ്രണ്ടിൽ തന്നെ ഒരു പ്രതിമയുണ്ട്, ഒരു സ്ത്രീരൂപം. അവരുടെ നെറുകയിൽ നിന്നും താഴെയുള്ള ചെറിയ കുളത്തിലേക്ക് വെള്ളം ഒഴുകുന്നു. ആ കുളത്തിൻ്റെ നടുവിലാണ് പ്രതിമ. നോക്കുന്നിടത്തെല്ലാം പൂക്കളാണ്, എല്ലാത്തരം പൂക്കളുമുണ്ട്. മനസ്സിന് കുളിർമയുള്ള അന്തരീക്ഷമായിരുന്നു. ഗാർഡനിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ ദേവേട്ടൻ. എന്തോ ഒരു ഭയം തോന്നുന്നു. എപ്പോഴും ഏട്ടനെ കാണുമ്പോൾ എന്നിൽ നിന്നും നഷ്ടപ്പെട്ട, എനിക്ക് പ്രിയമുള്ള എന്തോ ഒന്നായി തോന്നും. കാർ നിർത്തി പുറത്തേക്കിറങ്ങി നിന്നപ്പോഴാണ് ശങ്കർ അങ്കിൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയത്. ആ, മോള് വന്നോ? ധന്യ, ദേ ദക്ഷക്കുട്ടി വന്നിട്ടുണ്ട്. അങ്കിൾ എങ്ങോട്ടാ? ഞാൻ ബാംഗ്ലൂർ വരെ ഒന്ന് പോവാ മോളെ. ചില ബിസിനസ് ആവശ്യങ്ങളുണ്ട്. മോൾ അകത്തേക്ക് ചെല്ല്. കുറേ ആയില്ലേ എല്ലാവരെയും കണ്ടിട്ട്. അച്ഛൻ ഇനി എന്നാ വരുന്നേ? 3 വീക്സ് കഴിയും. അയ്യോ, ഞാൻ നാളെ പോകും കേട്ടോ, ദേവു പറഞ്ഞു. നീ നന്നായി ആലോചിക്കുക. ഇവിടെ ഒരു കോളേജിൽ അഡ്മിഷൻ നോക്കാം എന്ന കാര്യം ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഇപ്പോൾ ദക്ഷയും ഉണ്ട് കൂടെ. ഏട്ടൻ പഠിക്കുന്ന കോളേജിൽ തന്നെ നിന്നെ ചേർക്കാം. അപ്പോൾ പിന്നെ ആർക്കും ടെൻഷനില്ലല്ലോ, ശങ്കർ പറഞ്ഞ് ദേവുവിനെ നോക്കി. ഞാൻ പറയാച്ചാ, ദേവു മറുപടി പറഞ്ഞ് നോക്കിയത് ഗാർഡനിൽ നിന്നും നടന്നു വരുന്ന ദേവിനെയായിരുന്നു. ദേവുവിന് മുൻപേ അവൻ്റെ വരവ് നോക്കി നിൽപ്പുണ്ട് ദക്ഷ. അച്ഛൻ ഇറങ്ങിയോ? ദേവായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. ആ മോനെ, പോയി വരാം. അപ്പോഴേക്കും അദ്ദേഹത്തിന് കൊണ്ടുപോകാനുള്ള ബാഗുമായി ധന്യ വന്നു. അയാൾ പോയി കഴിഞ്ഞ് ദേവ് ദക്ഷയോടും ദേവുവിനോടും അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ദേവാ, നീ പേടിക്കണ്ട. അവളോട് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയില്ല. ധന്യയുടെ വാക്കുകളിൽ തൃപ്തി എന്നോണം ദേവ് ചിരിച്ചു. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ദക്ഷയോട് ആവശ്യത്തിന് സംസാരിച്ച് ധന്യ അടുക്കളയിൽ തിരക്കിലായി. ദേവ് ഒരു കോൾ വന്നതിനെ തുടർന്ന് ഗാർഡനിലായിരുന്നു. ദേവു വീട് മുഴുവൻ ദക്ഷയ്ക്ക് കാണിച്ചു കൊടുത്തു. അവർ ടെറസിലേക്ക് പോയി. അവിടെ നിന്ന് നോക്കിയാൽ ഗാർഡൻ ശരിക്കും കാണാം. നല്ല വ്യൂ ആയിരുന്നു. അവിടെ ദേവ് നടക്കുന്നത് പൊന്നു ശ്രദ്ധിച്ചു. ഇങ്ങേരെന്താ നിലാവത്തഴിച്ചു വിട്ട കോഴിയെപ്പോലെ? ഏട്ടന് അങ്ങനെയാണ്. ഏട്ടന് കുറേ ഇഷ്ടമുള്ള പ്ലേസാണത്, ദേവു പറഞ്ഞത് കേട്ട് പൊന്നു ഞെട്ടി. പൊന്നു മനസ്സിലാണ് പറഞ്ഞതെങ്കിലും ആ വാക്കുകൾ ദേവു കേട്ടു. കാരണം അവൾ മനസ്സിൽ പറഞ്ഞത് അല്പം ഉച്ചത്തിലായി. പൊന്നു ആകെ ചമ്മിയ പോലെ നിന്നു. എന്തിനാ ഇത്രയും ദൂരെ നിന്ന് പഠിക്കുന്നത്? ഇവിടെ എൻ്റെ കൂടെ വരരുതോ? പൊന്നു ചോദിച്ചു. അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം കാര്യമാക്കിയില്ല. ഇപ്പോൾ തോന്നുന്നുണ്ട് ഇവിടെ മതിയെന്ന്. അവിടെ ഒറ്റപ്പെട്ടുപോയ പോലെയാണ്. ഇവിടെ കരുതലായി ഏട്ടനുണ്ടല്ലോ. ദേവു സ്നേഹത്തോടെ ദേവിനെ നോക്കി. ദേവു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്കു തെച്ചു. ഏട്ടൻ എന്തെങ്കിലും വിഷമത്തിലാണോ? ഐ മീൻ നിരാശാകാമനാണോ എന്ന്. അല്ല, അന്ന് കാണുമ്പോഴുള്ള കോലമല്ല ഇന്ന്, അതാ, പൊന്നു പറഞ്ഞു. ശരിയാ, ഏട്ടൻ്റെ ഉള്ളിൽ ഒരു പെണ്ണുണ്ട്. അവർ ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ ഇല്ല. ഏട്ടൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, പക്ഷേ വിധി അവരെ വേർപെടുത്തി. ഏട്ടൻ്റെ മാത്രം പൊന്നുമാണ്. ഏട്ടൻ എപ്പോഴും അങ്ങനെയാ പറയാറ്. എങ്ങനെയാണ്? നിറഞ്ഞ കണ്ണുകളോടെ പൊന്നു ചോദിച്ചു. അറിയില്ല, ഏട്ടന് അതൊരു ഷോക്കായിരുന്നു. കുറേ നേരം പൊന്നു ഒന്നും മിണ്ടിയില്ല. ദേവിനെ തന്നെ നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞ് ദേവ് ടെറസിലേക്ക് വന്നു. ധന്യ വിളിച്ചിട്ട് ദേവ് താഴേക്ക് പോയി. ദേവ് പോയി കഴിഞ്ഞ് എന്തോ ആലോചനയിലാണ് പൊന്നു. ദേവ് വന്നത് അവൾ അറിഞ്ഞില്ല. എന്താടോ ഒരാലോചന? ദേവ് ചോദിച്ചത് കേട്ടാണ് പൊന്നു ആലോചനയിൽ നിന്നും പടിയിറങ്ങിയത്. ഏയ് ഒന്നുമില്ല, പൊന്നു പറഞ്ഞു. ഓഹോ, അവൾ എന്തൊക്കെയോ തന്നോട് പറഞ്ഞല്ലോ, ഞാൻ താഴെ നിന്നും കണ്ടല്ലോ. ഓ അതോ? ആ അതുതന്നെ, പറ, എന്തായിരുന്നു സംസാരം? ഏട്ടനെ പറ്റി തന്നെ. എന്നെ പറ്റിയോ? എന്ത്? ആ കുരിപ്പ് എൻ്റെ കുറ്റവും വല്ലതും പറഞ്ഞതാവും, ദേവ് കുസൃതി നിറഞ്ഞ വാക്കുകൾ കൊണ്ട് പറഞ്ഞു. ഏട്ടൻ്റെ ലൈഫിലെ ഒരാളെ പറ്റി, അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു.
ആരെപ്പറ്റി? ദേവ് ആകാംക്ഷയോടെ ചോദിച്ചു. എന്തിന്? ദേവ് ചോദിച്ചു. ഞാൻ ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു. അയ്യേ, ഇറ്റ്സ് ഓക്കെ ദക്ഷ. അവൻ അവൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ചു തുടച്ചു. എന്തിന്? ദേവ് ചോദിച്ചു. ഞാൻ ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു. അയ്യേ, ഇറ്റ്സ് ഓക്കെ ദക്ഷ. അവൻ അവൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. പിന്നെ അവളെ നോക്കി ഒന്ന് ചിരിച്ച് താഴേക്ക് പോയി. എൻ്റെ പൊന്നുവാണെന്ന് എൻ്റെ പൊന്നു നീയാണെന്ന് ഞാൻ എങ്ങനെ പറയും നിന്നോട്? ഇനിയൊരു അപകടത്തിനും നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല പൊന്നു, എനിക്കാവില്ല. ദേവ് തിരിഞ്ഞു നിൽക്കുന്ന അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു. ഞാൻ എന്തൊരു പൊട്ടിയാണ്. ഏട്ടൻ്റെ ജീവിതത്തിൽ ഏട്ടൻ ഒരുപാട് സ്നേഹിച്ച പെണ്ണാണ് പൊന്നു. ഞാൻ ഒരിക്കലും ആ സ്ഥാനം ആഗ്രഹിക്കാൻ പാടില്ല. മറക്കണം. എൻ്റെ മാത്രം ദേവേട്ടനെ എങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആ മനസ്സിലൊരു സ്ഥാനം. പൊന്നു മനസ്സിൽ പറഞ്ഞു. അന്നു തന്നെ അവൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു.